ദൈവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവമഹത്വത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അവർ ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. ലൂക്ക 1:6. പലരും കുടുംബജീവിതം നയിക്കുന്നത് സന്തോഷം അനുഭവിക്കാതെയാണ്. ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയാതെ വരുമ്പോൾ കുടുംബം തകരുന്നു. തകർന്നുപോയ കുടുംബങ്ങളിൽ വളരുന്ന സന്താനങ്ങളുടെ ജീവിതവും തകർച്ചയിൽ ആയിരിക്കും. സമൂഹത്തിന്റെ തകർച്ചയ്ക്ക് മുഖ്യ കാരണം കുടുംബജീവിതത്തിന്റെ തകർച്ചയാണ്. നഷ്ടങ്ങളിൽ നിന്ന് ലാഭമുണ്ടാക്കുവാൻ നമുക്ക് സാധിക്കും. ജീവിതത്തിലെ പൊരുത്തക്കേടുകളെ മൂലധനമാക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ കുടുംബജീവിതം സന്തോഷപ്രദമാകും. കുറ്റവും കുറവും ഇല്ലാത്തവരില്ല. മരിച്ചവർ മാത്രമേ തെറ്റുകൾ പ്രവർത്തിക്കാതിരിക്കൂ. അല്പമായെങ്കിലുമുള്ള നന്മകൾ കണ്ട് പരസ്പരം അഭിനന്ദിക്കാമെങ്കിൽ കുടുംബജീവിതം സന്തോഷപ്രദമാകും. ഒരു സ്ത്രീ മനഃശാസ്ത്രജ്ഞനോട് ഭർത്താവിന്റെ അവഗണന മനോഭാവം, സ്നേഹശൂന്യത തുടങ്ങിയ അനവധി കുറവുകൾ ഓരോന്നായി പറയുകയായിരുന്നു. പ്രശംസിക്കത്തക്ക യാതൊരു ഗുണവും ഭർത്താവിനില്ലേ എന്ന് മനഃശാസ്ത്രജ്ഞൻ ചോദിച്ചപ്പോൾ അവർ കോപാകുലയായി. അദ്ദേഹം സ്ത്രീയോട് ഭർത്താവിലുള്ള നല്ല ഗുണങ്ങൾ കണ്ടുപിടിച്ച് അഭിനന്ദിക്കാമെങ്കിൽ പ്രശ്നങ്ങൾ തീരും എന്ന് ഉപദേശിച്ചു. അവർ മടങ്ങിപ്പോയി. അപ്രകാരം പ്രവർത്തിച്ചപ്പോൾ പ്രശ്നങ്ങൾ അവസാനിച്ചു. ആരോ ഒരാൾ ഇപ്രകാരം പറഞ്ഞു: സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിലേറെ അവസരങ്ങളിൽ പ്രേമബന്ധത്തിൽപ്പെട്ടവരായിരിക്കും. പക്ഷേ അതെല്ലാം ഒരാളോട് മാത്രമുള്ള സ്നേഹബന്ധമായിരിക്കും. പല അവസരങ്ങളിൽ പരസ്പരം ക്ഷമ പറഞ്ഞും അഭിനന്ദിച്ചും സ്നേഹബന്ധം പുതുക്കുന്നവരാണവർ. എപ്പോഴും അവർ പുതുമ അനുഭവിക്കുന്നു. സന്തോഷ കുടുംബം ഭൂമിയിലെ സ്വർഗമാണ്. പുതുക്കുന്ന സ്നേഹം കുടുംബജീവിതത്തെ ഭദ്രമാക്കുന്നു. കർത്താവായ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ IMS അമ്മ നിങ്ങളുടെ മേല് കൃപകൾ ചൊരിയട്ടെ. ആമേൻ. ദൈവവചനമേ നമോ നമഃ. ജീവവചനമേ നമോ നമഃ. വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ. വിശ്വമഖിലം തവ മഹത്വം ദർശിപ്പതിന്ന ദൈവമഹത്വത്തിലേക്ക്.